അഹങ്കാരത്തിൽ നടത്തും. നമ്മൾ ചിലപ്പോൾ ചില ഈ ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ ബാൽമേൻ പാരീസിന്റെ പിന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ചിലർ നടക്കാത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ടേ അപ്പം അത്യാവശ്യം വിലയുള്ള സാധനമല്ലേ, അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഇത് നാലാൾക്ക് അറിയാതിരുന്ന ആളുകൾ കാണാതിരുന്ന വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇവരൽപ്പൊക്കെ ഒരു ഉഷാറിലൊക്കെ നടക്കും. നല്ല വാഹനമാണെങ്കിൽ അത്യാവശ്യം മുന്തിയ വാഹനമാണ്, വിലപിടിപ്പുള്ള വാഹനമാണ്, അതിൽ കയറിയിരിക്കുമ്പോൾ ഒരു അഹങ്കാരം വരുന്നതാണ്. ഈ കുതിരക്ക് ഖൈല് എന്ന് അറബിയിൽ പറയും. എന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയോ? ഖൈലെന്നും ഖുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാ. ഖുയല നബി തങ്ങൾക്ക് ഇഷ്ടമല്ല, അള്ളാഹുവിന് ഇഷ്ടമല്ല. ഖൈലിന്മേ കയറിയാൽ തോന്നുന്ന വികാരത്തിനാണ് ഖുയല എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പുറത്ത്, അന്ന് ഒട്ടകം, കഴുത, കോവർ കഴുത, ഇതൊക്കെയാണ് സഞ്ചരിക്കുന്ന വാഹനങ്ങള്. ഓക്കെ, അപ്പോ നല്ല മുന്തിയൊരു വാഹനമാണ് കുതിര. കുതിരപ്പുറത്ത് കയറുമ്പോ ഖൈലിൽ കയറിയാൽ ഖുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാ. അത് വരുന്നത് കൊണ്ടാണ് കുതിരക്ക് ഖൈല് എന്ന് പേര് തന്നെ വരാൻ കാരണം. കാരണം ഒരു തോന്നും ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ. അങ്ങനെയാണ്. ഇവര് മാരുതി 800 പോണതും ഒരു ഡിഫൻഡറിൽ പോണതും ഒരുപോലെയാണോ? ആണോ ചെറുപ്പക്കാരെ? അല്ലല്ലോ. ഒരൽപ്പൊരു അഹങ്കാരമൊക്കെ തോന്നൂലേ? തോന്നാൻ പാടില്ല. നിങ്ങളിപ്പോ ഒരു സ്വിഫ്റ്റിൽ പോകുന്നു, ഒരു ബെൻസിന്റെ പുതിയ വണ്ടി പോകുന്നു, രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? ഒരുപോലെ ആവണമെന്നാണ്. ഒരിക്കലും അഹങ്കാരം. അല്ലാഹുവേ നല്ല വണ്ടി നീ തന്നു, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, നിനക്ക് ശുക്ർ പഠിച്ചോനെ. പക്ഷെ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തേക്ക് കയറ്റാനുള്ളതല്ല, നമ്മൾ അഹങ്കരിക്കാനുമുള്ളതല്ല. അത് അങ്ങനെയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്ത് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റൂ. ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം തോന്നുകയാണ്, തരക്കേടില്ലല്ലോ എന്ന് തോന്നുക, അടുത്ത വണ്ടിക്കാരനൊക്കെ ഒന്ന് ഓണടിച്ച് പായിപ്പിക്കാൻ തോന്നുകയാണ്, അത് വേണ്ട, അത് അഹങ്കാരമാണ്. അതല്ല.